എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 19ാമത്തെ ചാപ്റ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് തന്നിരിക്കുന്നത് വിഷൻ ഓഫ് ഹെൽ ആൻഡ് ദ ഗോഡ് ഓഫ് ഡെത്ത്. ഹെല്ലെന്ന് വെച്ചാൽ നരകം. ഗോഡ് ഓഫ് ഡെത്ത് ആരാ? യമരാജൻ, യമധർമ്മരാജൻ ഇല്ലയോ? ഇവിടെയാണ് മെഡിറ്റേഷനിൽ നമ്മുടെ സ്വാമി മുക്താനന്ദ പോയത്. അതിൻ്റെ എക്സ്പീരിയൻസാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. കുറച്ചേ ഉള്ളൂ, എന്നാലും അത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അപ്പം ഇങ്ങനെ ബ്ലാക്ക് ലൈറ്റ് കണ്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ലോകത്തോട്ട് കയറി മെഡിറ്റേഷനിൽ. ആ ലോകം, ആ സ്ഥലം മൊത്തം വേസ്റ്റായിരുന്നു. വേസ്റ്റ് എന്ന് വെച്ചാൽ മലം കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്നു. അത് അവിടോട്ട് പോകുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ദേഹം അങ്ങനെ കിടന്ന് ആടുന്നു, ഭയങ്കരമായിട്ട് ആടുന്നു. ഏതോ ഒരു ബാധ കയറിയ പോലെ കിടന്ന് ആടുന്നു ദേഹം. കുറേ ദൂരം മെഡിറ്റേഷനിൽ അകത്തകത്ത് ഏതോ ഒരു ലോകത്ത് പോയി. പക്ഷേ അവിടെ പോയപ്പം വേറൊരു സ്ഥലത്തെത്തി. അവിടെയും മൊത്തം മലങ്ങൾ, അതായത് വർഷങ്ങളായിട്ട് അവിടെ മലങ്ങൾ കൊണ്ട് തള്ളി കുമിച്ച് വെച്ചിരിക്കുന്നു. ആ ലോകത്താണ് ഇദ്ദേഹം പോയത്. അപ്പം അദ്ദേഹം പറയുക, സിദ്ധ സ്റ്റുഡൻസ്, റീഡ് ദിസ് കെയർഫുള്ളി. സിദ്ധപാതയിലുള്ള മക്കളെ, നിങ്ങൾ ഇത് നല്ലപോലെ വായിക്കണം. അപ്പോൾ നമുക്ക് പറയുക അദ്ദേഹം, ഞാൻ ഏത് ദിക്കിൽ നോക്കിയാലും മലം, വേസ്റ്റ്. ഈ എത്ര കാലം കൊണ്ട് ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കുമിച്ചിട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഈ അടുത്തത് അദ്ദേഹത്തെ പറയുക, മഹാബലേശ്വർ, അതും ഒരു ജ്യോതിർലിംഗമാണ്. മഹാബലേശ്വർ ടെമ്പിൾ. അവിടെ പോയി നിന്നാൽ ഏത് ഭാഗത്ത് നോക്കിയാലും മൗണ്ടൻസാണ്, മലകളാണ്. അതുപോലെ ഇവിടെ ഇദ്ദേഹത്തിന് അവിടെ ആ സ്ഥലത്ത് നിന്നോ ഏത് ഭാഗത്ത് നോക്കിയാലും മലം കുമിച്ചിട്ടിരിക്കുന്നു. ഒരേ നാറ്റം. അദ്ദേഹത്തിനാണെങ്കിലേ ഛർദ്ദിക്കാൻ വരുന്നു, തല കറക്കം. അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും. പക്ഷേ എല്ലാവരും വസ്ത്രമില്ലാത്ത നേക്കഡായിട്ടാണ് ഇരുന്നത്. അവരാരും വസ്ത്രം ധരിച്ചിട്ടില്ല. ചിലരൊക്കെ ഈ മലത്തിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. അത് കാണുമ്പം തന്നെ നമുക്കൊരു വെറുപ്പാണ്. പക്ഷേ ഇദ്ദേഹം എവിടെ നടന്നു പോയാലും പോയി തട്ടി നിൽക്കുന്നത് ആ മലത്തിൻ്റെ മേളിലാണ്. അതുമാത്രമല്ല, ഈ മെഡിറ്റേഷനിൽ ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം ഉണ്ടല്ലോ, അതങ്ങനെയും മങ്ങിപ്പോയി. പ്രകാശമേ ഒന്നുമില്ലായിരുന്നു. ടൺ കണക്കിനാണ് അവിടെ മലങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്നത്. ചില ആണുങ്ങളും പെണ്ണുങ്ങളും ആ ഉണങ്ങിയ മല പോലെ കിടക്കുന്ന മലത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പം തന്നെ അദ്ദേഹത്തിന് ഭയങ്കര എങ്ങനെ ഇവർക്കെല്ലാം ഇവിടെ ഇരിക്കാൻ പറ്റുന്നു? ഇതെന്തൊരു ലോകമാണ്! അതാണ് വേൾഡ് ഓഫ് ഹെല്ല്, നരകം എന്ന് പറയുന്നത്. പിന്നെ ഇനിയൊരു ലോകത്തിലോട്ട് പോയി. അവിടെ മരങ്ങളും ചെടികളും പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇത്രയും മോശമുള്ള സ്ഥലമല്ല. അവിടെ പശുക്കളുണ്ട്, കാളകളുണ്ട്, വേറെ അനിമൽസ് എല്ലാം ഉണ്ടായിരുന്നു. അതിൽ ചില ആണുങ്ങൾ കണ്ടു 20 അടി ഉയരം, 20 അടി ഉയരം, കറുകറുന്നുള്ള സ്കിന്ന്, പല്ലൊക്കെ ഇങ്ങനെ വെളിയിൽ നീട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ കണ്ടു.
കയ്യിലൊക്കെ നല്ല ഈ എന്തുവാ കത്തി, ഈ അടിച്ച് വീഴ്ത്താൻ റെഡിയായിട്ടുള്ള പോലെ കത്തികൾ, തിളങ്ങുന്ന കത്തികൾ. ആ കത്തികൾ തന്നെ 6 അടി നീളമുണ്ട്. ഇവർക്ക് 20 അടി ഉണ്ടല്ലോ, അപ്പോൾ 6 അടി നീളമുള്ള കത്തിയെ പൊക്കാനുള്ള സ്ട്രെങ്ത് കാണും. അങ്ങനെ ചിലർ സിൽക്ക് തുണി ഉടുത്തിരുന്നു, ചിലർ ഈ അനിമൽസിൻ്റെ തോല് ഉടുത്തിരുന്നു, പിന്നെ ചിലർ സാധാരണ തുണികൾ ഉടുത്തിരുന്നു. ഇതിൽ കണ്ണൊക്കെ അങ്ങനെ ചുമന്നിരുന്നു, ദേഷ്യം കൊണ്ട് കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. ഇനിയൊരു പ്രത്യേകം അദ്ദേഹം നോട്ട് ചെയ്തത്, അവിടെ പെണ്ണുങ്ങളില്ലായിരുന്നു. അത് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു അതിശയം തോന്നി. പിന്നെ അവിടെ എരുമ മാടുകളുണ്ടായിരുന്നു, കാള ഉണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, പിന്നെ 20 feet long. I saw some black bull water buffaloes about 20 feet long. ഈ കാളകളും എരുമ മാടുകളുമൊക്കെ 20 അടി നീളം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ജൈൻറ്റാൻറ്റിക് സൈസിലുള്ള മാടുകൾ. പിന്നെ അവിടെ നല്ല ഒരു തടാകം ഉണ്ടായിരുന്നു, അത് നന്നായിരുന്നു കാണാൻ. തടാകത്തിൻ്റെ അടുത്ത് ഒരു നല്ല നദി ഓടുമായിരുന്നു. അതിനകത്ത് മരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പക്ഷികളൊക്കെ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ ബെറ്ററായിരുന്നു. പിന്നെ അവിടെ ഒരു നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൂര്യൻ്റെ വെളിച്ചവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കറുത്ത എരുമമാട്ടിൻ്റെ പുറത്ത് ഒരു കറുത്ത ദൈവം മേളിയിലിരിക്കുമായിരുന്നു. എരുമമാട്ടിൻ്റെ പുറത്ത് ഒരു കറുത്ത ദൈവം ഇരിക്കുമായിരുന്നു. അപ്പം ആ എരുമമാട്ടിന് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. കവേർഡ് വിത്ത് സിൽക്കൻ ഷീറ്റ്, പട്ടുതുണി വസ്ത്രം കൊണ്ട് ആ എരുമമാട്ടിനെ മൂടി പുതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൊമ്പുകളിനൊക്കെ സ്വർണം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ മാട്ടിൻ്റെ പാദസരങ്ങളെല്ലാം സ്വർണത്തിലായിരുന്നു. അതിൻ്റെ ഈ കുളമ്പുണ്ടല്ലോ, കുളമ്പ്, ഈ ഹൂഫ്, അതിനെ ചുറ്റിയൊക്കെ പാദസരം ഇട്ടിരിക്കുന്നു, അതും ഗോൾഡിലായിരുന്നു. പിന്നെ ആ കറുത്ത ദൈവം ഉണ്ടല്ലോ, ചുമന്ന മുണ്ട് കൊടുത്തിരുന്നു. സ്വർണത്തിൽ ചെയ്ത് ജ്വൽസൊക്കെ ഇട്ടിരുന്നു. തലയിൽ കിരീടമുണ്ടായിരുന്നു. സ്വാമി മുക്താനന്ദയെ അടുത്തുനിന്ന് ഒരു 10 അടി ദൂരത്തിൽ മാറി നിന്നു. ഇദ്ദേഹം ആ ബ്ലാക്ക് ഗോഡിനെ കണ്ട് ചിരിച്ചു. അദ്ദേഹവും സ്വാമി മുക്താനന്ദയെ കണ്ട് ചിരിച്ചു. അങ്ങനെ ഹായ് എന്ന് പറയുന്ന പോലെ കാണിച്ചു. അപ്പോൾ അവിടെ ഒരു ഭയമില്ല അദ്ദേഹത്തിന്. അപ്പം മനസ്സിലായി, ഓ ഇതാണ് എരുമമാട്ടിൻ്റെ പുറത്ത് വരുന്ന യമധർമ്മൻ, യമരാജ എന്ന് ഇദ്ദേഹം ഊഹിച്ചെടുത്തു, ദ ലോർഡ് ഓഫ് ഡെത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ യമരാജയുടെ 2 സർവൻസ്, അറ്റൻഡൻസ് വന്ന് സ്വാമി മുക്താനന്ദയെ വെളിയെ വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ ആ പോകുന്ന വഴിയെല്ലാം കൂടെ ഒരേ മലം കുമിഞ്ഞു കിടന്നു. കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നി. വെള്ളം കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു. ആ വിചാരം തന്നെ ഛർദ്ദില്ല. 3 ദിവസം ഇദ്ദേഹം ഒന്നും കഴിച്ചില്ല. ഇപ്പോഴും അത് വിചാരിക്കുമ്പം അത്രയ്ക്ക് ഒരു മാതിരി അരുവരുക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് വരുന്നത്. അപ്പം ഇദ്ദേഹം ആദ്യം മലം മൂത്രം നിറഞ്ഞ സ്ഥലങ്ങൾ കണ്ടു. എത്ര വർഷങ്ങളായിട്ട് അവിടെ ഇത്രയും മലം ചേർത്തിരിക്കുന്നു എന്ന് ആർക്കുമേ അറിഞ്ഞൂടാ. അത്രയ്ക്ക്
ഗാഡ് ഓൺലി നോസ്, ഗാഡ് നോസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, ദൈവത്തിന് എന്നെ അറിയാം എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ. അതാണ് വിഷൻ ഓഫ് ഹെല്ല്. ആൻഡ് ദ ഗോഡ് ഓഫ് ഡെത്ത്. ഗോഡ് ഓഫ് ഡെത്ത് ആരാ? യമരാജൻ. അപ്പം എരുമയുടെ പുറത്ത് എരുമയെ അലങ്കരിച്ചിട്ടുണ്ട്. യമധർമ്മരാജായും നല്ല അലങ്കാരത്തോടെയാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ 2 പേര് വന്ന്, അറ്റൻഡൻസ് വന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി. പോന്ന വഴിയെല്ലാം ഒരേ മലവും നാറ്റവും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നു. ഇതൊരു അനുഭവം. പിന്നെ മെഡിറ്റേഷൻ തുടരുന്നു. ഒരു ശക്തിയുടെ ഒരു വേഗം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാണുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നാക്ക് പുറകെ പോന്നു, കണ്ണ് മേളി പോന്നു, പല പല മുദ്രകളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ തിരിച്ചും മെഡിറ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഈ തന്ത്രലോകത്തിൽ പോയപ്പോൾ പല മുദ്രകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലെയൊക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിൽ എപ്പോഴും ആ ഫിയർ ഓഫ് ഡെത്ത്, ഐ എം ഗോയിങ് ടു ഡൈ, ഞാനിപ്പം മരിക്കാൻ പോന്നു എന്നുള്ള ഒരു ഭയം മെഡിറ്റേഷനിൽ തന്നെ ഇദ്ദേഹത്തിന് തോന്നിക്കൊണ്ടിരുന്നു. ഈ പെരുവിരലിൻ്റെ സൈസിലുള്ള വെള്ള ലൈറ്റ് കാണും ചിലപ്പം, അപ്പം ഒരു ആശ്വാസം മനസ്സിന്. അതല്ലാത്ത മറ്റ് സമയത്തൊക്കെ ഈ മരിക്കാൻ പോകുന്ന ഭയത്തിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇതാണ് നരകത്തിനെ കണ്ടതും യമധർമ്മരാജാവിനെ കണ്ടതുമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പം നമ്മൾ ഈ പുരാണങ്ങളിലും ഇതിഹാസത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതും പല കഥകളിലും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ സത്യം തന്നെയാണ്. അങ്ങനെ നമുക്ക് വിചാരിക്കേണ്ടി വരുന്നു. ഒന്നുമില്ലാതെ ആരും എഴുതത്തും പറയത്തും ഇല്ലല്ലോ. സ്വാമി മുക്താനന്ദയുടെ കൂട്ട് എത്ര പേര് എവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പോയതായിട്ട് വേറെയും പലരുടെ അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയോ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ അനുഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാമി മുക്താനന്ദയുടെ കൂട്ട്, ഈ ചിത്ശക്തി വിലാസിൻ്റെ കൂട്ട് വിശദമായിട്ട് ആരും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഈ ബുക്കിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തേ പറ്റൂ. വേറെ ഇനി 1-2 ബുക്സുകളുണ്ട്. ഓം സ്വാമി എന്നൊരു പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടു കാണും. ഓം സ്വാമി എന്നൊരു കൊച്ചു പയ്യൻ, അദ്ദേഹം 7-8 ബുക്ക് എഴുതിയിട്ടുണ്ട്. എല്ലാം ഞാൻ പഠിച്ചു. അപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് വലിയ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ച് വന്നതാണ്. അദ്ദേഹവും ഹിമാലയത്തിൽ പോയിരുന്ന് 20 മണിക്കൂർ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷമായി. അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ബുക്കും ഞാൻ റിവ്യൂ ചെയ്യാം. ദൈവം സമയം തന്നാൽ അതൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക്. വേറെ ഒരു യോഗിയുടെ അനുഭവം പഠിച്ചിട്ടുണ്ട്. കാഞ്ചീപുരത്ത് കാമാക്ഷി അമ്മൻ്റെ മുമ്പിൽ നടന്ന ചില കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് പല പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചുമ്മായാന്നൊന്നും തള്ളിക്കളയരുത്. നമ്മൾ കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.